June 1st, 2026, a day in my life as a second year college student. ആവശ്യ സമയത്തൊന്നും നമ്മുടെ ഫോണിൽ ഫോക്കസ് ആവില്ലല്ലോ. ഈ സാധനം ഒരു അടിപൊളി സാധനമാണ്. കേട്ടോ, പരിപാടി അവതരിപ്പിച്ചാൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ. ഹലോ ഗൈസ്, അപ്പോൾ ഗുഡ് മോർണിംഗ്. ഇന്ന് ജൂൺ 1st, 2026. കുറച്ചൊക്കെ പേർക്ക് സ്പെഷ്യൽ ഡേയും കുറേ പേർക്ക് മടി പിടിച്ചൊരു ദിവസവുമാണ്. കാരണം ഇന്ന് സ്കൂളും കോളേജും ഒക്കെ വീണ്ടും സ്റ്റാർട്ട് ചെയ്യുവാണ്. അപ്പോൾ എല്ലാവർക്കും ഒരു വിഷമം കാണും സ്കൂളിലും കോളേജിലും ഒക്കെ പോകാൻ. അപ്പോൾ എനിക്കും ഇന്ന് കോളേജ് സ്റ്റാർട്ട് ചെയ്യുവാണ്. അപ്പോൾ ഞാൻ പഠിക്കുന്നത് PGക്കാണ്. എൻ്റെ സെക്കൻഡ് ഇയർ ക്ലാസ് ഇന്ന് സ്റ്റാർട്ട് ചെയ്യുവാണ്. അപ്പം ഞാൻ എവിടെ പഠിക്കുന്നതെന്ന് വെച്ചാൽ സെൻറ്റ് ലൂഷ്യസ് കോളേജ് എടത്തുവ. എനിക്ക് നേരത്തെ വീഡിയോ കണ്ടിട്ടുണ്ട്, അപ്പോൾ അത് കണ്ടിട്ടില്ലാത്തവർ കണ്ടിട്ടാണ് പറഞ്ഞത്. അപ്പോൾ നമുക്കിന്ന് സെക്കൻഡ് ഇയർ PG സ്റ്റുഡൻറ്റിൻ്റെ ക്ലാസ് തുടങ്ങുകയാണ്. അപ്പം ഞാൻ കരുതുന്നത് ജൂണിൽ തുടങ്ങത്തില്ലെന്നായിരുന്നു, കാരണം ഞങ്ങൾക്ക് സെക്കൻഡ് സെമ്മിൻ്റെ എക്സാം കഴിഞ്ഞിട്ടില്ല. അപ്പം ഞാൻ കരുതി സെക്കൻഡ് സെമ്മിൻ്റെ എക്സാം കഴിഞ്ഞിട്ട് ക്ലാസ് തുടങ്ങുന്നതായിരുന്നു. പക്ഷെ നമ്മുടെ എക്സാം മാറ്റി ജൂൺ ലാസ്റ്റ് ആക്കി. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് സെക്കൻഡ് ഇയറിൻ്റെ ക്ലാസ് ഇന്ന് സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോൾ നമുക്ക് എക്സാം ആവുന്ന സമയമാകുമ്പോഴത്തേക്ക് നമുക്ക് അവധി വരത്തുള്ളൂ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വ്ലോഗ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എ ഡേ ഇൻ മൈ ലൈഫ് ആസ് എ സെക്കൻഡ് ഇയർ കോളേജ് സ്റ്റുഡൻറ്റ്, അല്ലെങ്കിൽ ഫസ്റ്റ് ഡേ ആസ് എ സെക്കൻഡ് ഇയർ കോളേജ് സ്റ്റുഡൻറ്റ് എന്നുള്ള വ്ലോഗാണ്. അപ്പോൾ നമുക്ക് ഇന്നത്തെ ഡേ എങ്ങനെയാണെന്ന് കണ്ടാലോ. അപ്പോൾ നമുക്ക് ആദ്യമേ പോയിട്ട് കുളിച്ച് റെഡി ആയിട്ടൊക്കെ വരാം. അപ്പോൾ നമുക്ക് ഇങ്ങനെ നമ്മുടെ ഇന്നത്തെ വ്ലോഗ് കാണാം. അപ്പം ബൈ. അപ്പോൾ ഗൈസ്, ഞാൻ കുളിച്ചിട്ടൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വഴിയെ നമ്മുടെ ഔട്ട്ഫിറ്റ് ഓഫ് ദ ഡേയും നമ്മുടെ ഇന്നത്തെ വീഡിയോ മൊത്തം നമുക്ക് കാണാം. ഗൈസ്, അപ്പോൾ നിങ്ങളെൻ്റെ ഔട്ട്ഫിറ്റ് കണ്ടു കാണും. അപ്പോൾ ഞാനിത് ഫുള്ളായിട്ടുള്ളത് ഇട്ടിട്ടുള്ളത് പിന്നെ കാണിക്കാം. അപ്പോൾ നമുക്ക് റെഡിയാവാം. ഇപ്പോൾ പ്രത്യേകിച്ച് സമയമൊന്നും ഇല്ല, അങ്ങനെ 8:30 ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വേഗം റെഡിയാക്കാം. അപ്പോൾ ഫസ്റ്റ് ഞാൻ ആദ്യമേ എൻ്റെ ഹെയർ ഒന്ന് സെറ്റാക്കിയിട്ട്, ഇതിപ്പോൾ ഞാൻ ഓഡിയോ പറയുന്നതുകൊണ്ട് ചിലപ്പോൾ കാണാൻ ബാക്ക്ഗ്രൗണ്ടിൽ അടുക്കളയിലെ സൗണ്ട് വല്ലതും കേൾക്കുന്നുണ്ടായിരിക്കും. അത് നിങ്ങൾ മൈൻഡ് ചെയ്യണ്ട. ഞാനിപ്പോൾ ഫാൻ ഓഫ് ചെയ്തിട്ട് വരെ ഇരുന്നിട്ടാണ് ഞാൻ വീഡിയോ എടുക്കുന്നത്. നമുക്ക് ആദ്യമേ നമ്മുടെ മുടി കെട്ടാം. പ്രത്യേകിച്ച് വര കെട്ടൊന്നും അറിയത്തില്ല. വര കെട്ടി നോക്കിയാലും കൊള്ളാത്തുള്ളൂ. അപ്പോൾ നമ്മൾ സ്ഥിരം കിട്ടുന്ന കെട്ട്, കാരണം സമയമില്ല. നമ്മൾ മുടി കെട്ടിയിട്ട് വന്നിട്ടുണ്ട്, കണ്ടല്ലോ. നമുക്ക് മോയ്സ്ചറൈസർ ലിബി അടയാം. ഇനി നമുക്ക് കണ്ണെഴുതാം. ഇത് ഇതും കാണാം. കാണിച്ചു തന്നാൽ നമുക്ക് സമയമില്ല. ഫാസ്റ്റായിട്ട് റെഡിയാവും. അപ്പം ക്യാമറ നോക്കി എഴുതാറിയപ്പോൾ നമുക്ക് കണ്ണാടി നോക്കി വെക്കാം. ഇനി നമുക്ക് ഇത് വെച്ച് തന്നെ ഒരു പൊട്ടും വെച്ച് കൊടുക്കാം. നമ്മുടെ ഫോണിൽ ഫോക്കസ് ആവില്ലല്ലോ. ഈ കമ്പനിയുടെ ഒരു കയ്യിലിടുന്ന ഗോൾഡൻ രീതി നമുക്ക് എന്നിട്ടാൽ കുഴപ്പമില്ല. നമ്മുടെ ഇപ്പുറത്തെ ഇന്നത്തെ നമ്മുടെ വാച്ച്. അപ്പോൾ ഗൈസ്, നമ്മൾ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നമ്മുടെ ബാഗിൽ എല്ലാം എടുത്ത് വെക്കണം, ഫുഡും ബുക്കും എല്ലാം. പിന്നെ നമുക്ക് കഴിക്കണം. ഇനി നമുക്ക് പോവാം. അപ്പോൾ കാണാം. ഈ ബാഗാണ് നമ്മൾ പ്രത്യേകിച്ചൊന്നും എടുക്കുന്നൊന്നുമില്ല. ഫസ്റ്റ് ഡേ ആയതുകൊണ്ട് തന്നെ ഒരു നോട്ട്.
കൊട. ജൂണായി മഴ പെയ്യും, അപ്പോൾ അതുകൊണ്ട് ഒരു കൊട. ഇന്ന് നമുക്ക് വെള്ളവും ഫുഡും വേണം, അത് നമുക്ക് അടുക്കളയിൽ പോയാലേ കിട്ടുള്ളൂ. ഇതൊരു പ്രധാന കാര്യമുണ്ട്, ഐ ഡി കാർഡ്. ഫോട്ടോ കാണില്ല, നല്ല അടിപൊളി ഫോട്ടോ ആണ്. നമുക്ക് ലാസ്റ്റായിട്ട് അവസാനം ഗൈസ്, എൻ്റെ ആഗ്രഹം സിനിമയിൽ അഭിനയിക്കുന്നത്. നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന എനിക്ക് ഉണ്ടാവണം. ഹലോ ഗൈസ്, ഇപ്പം ഞാൻ കോളേജിൽ നിന്ന് വീട്ടിൽ വന്നിട്ടുണ്ട്. നമുക്കിന്ന് ഉച്ച വരെ ക്ലാസ് ഉള്ളായിരുന്നു, കാരണം ഫസ്റ്റ് ഡേ ആയിരുന്നല്ലോ. അപ്പം നമുക്ക് ഓറിയൻറ്റേഷൻ ക്ലാസ് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ജസ്റ്റ് നമുക്ക് ക്ലാസ് ഒരു ഇതുണ്ടായിരുന്നു. നമുക്ക് സെക്കൻഡ് സെമ്മിൻ്റെ പോർഷൻ കുറച്ച് തീരാനുണ്ട്, അതെടുക്കുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് നമ്മൾ ഉച്ചയ്ക്ക് വിട്ടു. നമുക്ക് മീറ്റിംഗ് ഉണ്ട് മിസ്സുമാർക്കൊക്കെ, അപ്പോൾ അതുകൊണ്ട് നമ്മളെ വിട്ടു. അപ്പം നാളെ മുതൽ റെഗുലർ ക്ലാസ് ഉണ്ടായിരിക്കും. അപ്പം നമ്മൾ വീട്ടിൽ വന്നു. അപ്പം നമുക്ക് ഇവിടുത്തെ പരിപാടിയൊക്കെ കാണാം ഇനി. അപ്പോൾ ഗൈസ്, ഞാൻ വീട്ടിൽ വന്നു. ഐ ഡി കാർഡ് കുറിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ വീട്ടിൽ വന്നു കഴിഞ്ഞപ്പം ഒരു ഫ്ലിപ്കാർട്ടിൻ്റെ പെട്ടി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതങ്ങ് അൺബോക്സ് ചെയ്യാം. എന്തായാലും വന്നതല്ലേ, വിയർക്കുന്നുണ്ട്. കാരണം ഫാൻ ഇടാതെ ഇരിക്കുന്നത്, മൈക്ക് കൂടി ഇല്ലാത്തതുകൊണ്ട് സൗണ്ട് നല്ല രീതിയിൽ കേൾക്കത്തില്ല. ബാക്ക്ഗ്രൗണ്ടിലെ സൗണ്ടായിരിക്കും വലുതായിട്ട് കേൾക്കുന്നത്. അപ്പോൾ എന്നാലും ഫാനോട് ഓഫ് ചെയ്തിട്ടാണ് ഇരിക്കുന്നത്, അതുകൊണ്ടാണ് വിയർക്കുന്നത്. അപ്പോൾ നമുക്ക് ഇത് അൺബോക്സ് ചെയ്യാം. ഇതെന്താണെന്നുള്ളത് പൊട്ടിച്ചിട്ട് പറയാം. കാരണം ഞാൻ ഹെയർ കെയർ സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ട്. ഞാൻ ചെയ്യുന്ന സാധനം സക്സസ് ആയാൽ നിങ്ങൾക്ക് കൂടെ പറഞ്ഞു തരാം. എല്ലാവർക്കും മുടി വളർത്താൻ ആഗ്രഹമുള്ളവരായിരിക്കുമല്ലോ. അപ്പോൾ എനിക്ക് സക്സസ് ആയി കഴിഞ്ഞാൽ ഞാൻ പറയാം. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള കുറച്ച് സാമഗ്രികൾ ആണ് ഞാൻ ഓർഡർ ചെയ്തിരുന്നത്. നമുക്ക് ഇത് പൊട്ടിച്ചിട്ട് കാണാം. രണ്ടും ഇതിൽ തന്നെ ആണ് തോന്നുന്നു വന്നേക്കുന്നത്. രണ്ടും പുളി വെച്ച് ഒന്നതാണ് ഞാൻ കാണിക്കാം, ഒന്ന് വേറൊരു കളറിലോ. രണ്ട് സാധനങ്ങളാണ് വാങ്ങിച്ചത്, പക്ഷെ വന്നപ്പോൾ രണ്ടിൽ കൂടുതൽ സാധനമുണ്ട്.
അതെന്തെന്ന് പറയാം. ഒന്നെന്ന് പറയുന്നത് ഇതെന്ന് പറയുന്നത് ഫർ ബൈ പി സേഫിൻ്റെ കമ്പനിയുടെ ഒരു സ്കാൽപ്പ് മസാജർ ബ്രഷാണ്. ഇത് റേറ്റ് 100 സംതിങ് രൂപയ്ക്ക് എന്തോ ഞാൻ വാങ്ങിച്ചത്. നമുക്ക് ഹെഡ് മസാജിനും ഷാംപൂ കണ്ടീഷണറിനാണെങ്കിലും ഉപയോഗിക്കാൻ പറ്റിയൊരു സാധനമാണ്. അപ്പോൾ നമ്മൾ ഹെയർ കെയർ ചെയ്യുമ്പോൾ ഈ സാധനം ഒരു അടിപൊളി സാധനമാണ് എന്നാണ് പറയുന്നത്. ഞാൻ ഇതുവരെ ഉപയോഗിച്ചിട്ടില്ല. നമുക്ക് ഉപയോഗിക്കാനാണല്ലോ, ഉപയോഗിച്ച് നോക്കാം. ഇങ്ങനെ 2 സാധനമാണ് വരുന്നത്. നമുക്ക് ബാക്കിൽ കണക്ട് ചെയ്യാനാണ്. ഇതെല്ലാവർക്കും അറിയുന്ന സാധനമാണ്. കൊള്ളാം കേട്ടോ, സുഖമുണ്ട്. നമുക്ക് സ്കാൽപ്പ് മസാജ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. നമ്മൾ ഹെയർ ഓയിൽ അപ്ലൈ ചെയ്തിട്ടാണേലോ നമ്മൾ എന്തെങ്കിലും സെറോ എന്ത് അപ്ലൈ ചെയ്തിട്ടാണേലും ഇപ്പോൾ ഷാംപൂ ചെയ്യുമ്പോഴാണെങ്കിലും നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റിയ സാധനമാണ് ഇത്. ഇതൊക്കെ ഞാൻ ഉപയോഗിച്ചിട്ട് നല്ലതാണെങ്കിൽ പറയാം. ഈ കമ്പനിയുടെ നല്ലതാണ്. ഇത് നമുക്ക് നോവത്തൊന്നുമില്ല, സോഫ്റ്റായിട്ടുള്ള സാധനമാണ്. അപ്പം ഇതാണ് ഒരു ഐറ്റം. ഇനി രണ്ടാമത്തെ ഐറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കോംബോ ആയിട്ട് കിട്ടിയേക്കുന്നതാണ്. ഞാൻ ബേസിക്കലി റോസ്മേരി ഹെയറിന് ആവശ്യമായിട്ടുള്ളൊരു സാധനമാണ്, ഹെയർ ഗ്രോത്തിന്. അപ്പോൾ റോസ്മേരിയാണ് ഞാൻ ബേസിക്കലി നോക്കിയപ്പോൾ. റോസ്മേരി നോക്കിയപ്പം ഇത് എവിടെ പരിപാടി അവതരിപ്പിച്ചാൽ ഇതാണ് അവസ്ഥ. റോസ്മേരി അതായിരിക്കും ന്യൂട്രി1ൻ്റെ റോസ്മേരിയാണ്. ഇത് 250 ഗ്രാമാണ്. ഇതിൽ റേറ്റ് കാണിക്കുന്നത് 399. ഞാൻ കോംബോയ്ക്കാണ് വാങ്ങിച്ചത്. ഇത് റോസ്മേരിയും 2 ബോട്ടിൽ വന്നിട്ട് ഒരെണ്ണം സ്പ്രേ ബോട്ടിൽ, ഒരെണ്ണം ഇങ്ങനത്തെ സ്പ്രേ ബോട്ടിലുണ്ടല്ലോ, ഇത്രയും ഒന്നും. പിന്നെ നമുക്ക് ഹെയർ ഓയിൽ അപ്ലൈ ചെയ്യാനുള്ള ആപ്ലിക്കേഷനിൽ ഈ ഒരു സാധനവും പിന്നെ സ്പ്രെയറുമാണ്. ഇത് രണ്ടും ഈ കോംബോവും കൂടെ ഞാൻ 200 രൂപയ്ക്ക് കണ്ടാണ് ഞാൻ വാങ്ങിച്ചത്. പക്ഷേ ഇതിനകത്ത് റോസ്മേരി തന്നെ 399 റേറ്റാണ് കാണിക്കുന്നത്. അപ്പം ഇത് 250 ഗ്രാമിൻ്റെ റോസ്മേരിയാണ്. ന്യൂട്രി1 എന്ന് പറഞ്ഞ കമ്പനിയുടെ റോസ്മേരി ലീവ്സും പിന്നെ ഈ 2 ഇത് നല്ല ക്വാളിറ്റിയുള്ള സാധനം തന്നെയാണ്. ഒരു സ്പ്രെയറും ഒരു നമ്മൾ ഓയിൽ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സാധനം. അപ്പോൾ ഇത്രയും കൂടെ എനിക്ക് 200 രൂപയ്ക്കാണ് കിട്ടിയത്. പിന്നെ നമ്മളുടെ ഈ സ്കാൽപ്പ് മസാജർ 100 സംതിങ് 150 താഴെ രൂപയ്ക്കാണ് ഞാൻ ഇത് വാങ്ങിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത്രയാണ് നമ്മൾ വാങ്ങിച്ചിരിക്കുന്ന പ്രോഡക്റ്റ്സ്. അപ്പോൾ ഹെയർ കെയറിൽ അപ്ലൈ ചെയ്തിട്ട് ഇത് നല്ലതാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യാം. അപ്പോൾ അത് ഞാൻ ട്രൈ ചെയ്തിട്ട് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ റിവ്യൂ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അപ്പോൾ ഇതിൻ്റെയൊക്കെ ലിങ്ക് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ലിങ്കായിട്ട് കൊടുക്കാൻ പറ്റുവാണെങ്കിൽ കൊടുക്കാം. ഒന്നെങ്കിൽ കമൻറ്റ് ബോക്സിലോ അല്ലെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിലോ കൊടുത്തേക്കാം ഇതിൻ്റെയൊക്കെ ലിങ്ക്. നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളൊക്കെ വാങ്ങിക്കാം. അപ്പോൾ ഗൈസ്, ഈ ആകാശവും ഇതൊക്കെ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു ഇവിടെ നിന്നിട്ട് നമുക്ക് എൻജോയ് ചെയ്യിക്കാമെന്ന്. അപ്പോൾ ഞാൻ ഇവിടെ വന്നിരിക്കുന്നത് നമുക്ക് തുണി പറക്കാൻ ഉണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ വന്നപ്പോൾ ഒരു വെയിലും ഇതൊക്കെ കണ്ടപ്പം ഞാൻ വെച്ച് ഇവിടെ ഇരുന്നിട്ട് വീഡിയോ എടുക്കാമെന്ന്. അപ്പോൾ ഇന്ന് ഇത്രയാണുള്ളൂ നമ്മുടെ വീഡിയോ. ഞാൻ ഫസ്റ്റ് ഡേ കോളേജിൽ പോകുന്ന വീഡിയോ ഒക്കെ എടുക്കാമെന്ന് വെച്ചു. പക്ഷേ ഇന്ന് വലിയ കോളേജ് ഡേ ഇല്ലായിരുന്നു, ഉച്ചവരെയല്ലേ ഉള്ളായിരുന്നു. അപ്പോൾ വലിയ പരിപാടിയൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ നമ്മൾ വീട്ടിൽ വന്ന് കിടന്ന് ഉറങ്ങണമെന്ന് വെച്ചു. പക്ഷെ ഉറങ്ങാനൊന്നും പറ്റിയില്ല. ചായ കുടിക്കുന്ന വീഡിയോ എടുക്കാമെന്ന് വെച്ചു, അത് ഞാൻ മറന്നുപോയി. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പം ഞാൻ തുണിയൊക്കെ പെറുക്കിയിട്ട് താഴെ പോട്ടെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ നമുക്ക് അടുത്ത കണ്ടൻറ്റുമായിട്ട് വരാം. അപ്പോൾ ബൈ.